യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും എന്നൊരു വിഷയം ഇന്ന് പ്രകാരം വേദപുസ്തക പ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ പൗലോസിന്റെ 1-ാം ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയ തന്റെ 1-ാം ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. മറ്റൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരങ്ങൾ, മറ്റൊരുവന് അത്ഭുത പ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 9 വരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 9 വരങ്ങൾ സഭാ വിശ്വാസികളെ സംബന്ധിച്ച് ആവശ്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇതിൽ എത്ര വരങ്ങളുണ്ട്, മുഖ്യമായി പ്രധാനമായി ഏത് വരമാണ് ദൈവം എന്നെ സദാസമയവും ഉപയോഗിക്കുവാൻ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് നല്ലതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ആത്മാവിന്റെ ജ്ഞാനമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ജ്ഞാനം അത് ഈ ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല. അത് വിദ്യ അഭ്യസിക്കുന്നതിലൂടെ കിട്ടുന്ന ജ്ഞാനമല്ല. പഠിക്കുന്നതിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ ഒന്നും നമുക്ക് ലഭിക്കുന്ന ഒരു വരമല്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വരം തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തെ ദൈവിക കാഴ്ചപ്പാടോടെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ലോകപ്രകാരമുള്ള ഒരു ഭൗതിക ജ്ഞാനം പോരാ, ദൈവിക ജ്ഞാനം വേണം. അതെ, അതുകൊണ്ട് ആ ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് സ്പിരിറ്റ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിന്റെ വചനം. പരിജ്ഞാനത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് മാത്രം പോരാ, അറിവിനെ ഉപയോഗിക്കാൻ കഴിയണം. പ്രിയ ദൈവമക്കളെ, ഈ 2 വാക്കുകൾ തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. ഒന്ന്, സാധാരണ നമുക്കറിയാവുന്ന അറിവിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വിസ്ഡമാണ്. രണ്ടാമത് നോളജ് എന്ന വാക്കാണ്. ആ വിസ്ഡം നമുക്ക് അറിവുണ്ട്. ആ അറിവിനെ എങ്ങനെ പ്രായോഗിക തലത്തിൽ നമ്മൾ ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അറിവിനെ നല്ല ആവശ്യങ്ങൾക്ക്, നല്ല സമയത്ത്, നല്ല സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കും. ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വെച്ച് നമുക്കുണ്ടാകും. ആ ജ്ഞാനത്തെ നമ്മൾ നല്ല നിലവാരത്തിൽ കൊണ്ടെത്തിക്കുവാൻ പരിജ്ഞാനം എന്ന അവസ്ഥയിലേക്ക് അതിനെ വിനിമയം ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒന്നാമത് സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്. രണ്ടാമത് സ്പിരിറ്റ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. നമ്മുടെ ജീവിതത്തില് വരം ദൈവം നമുക്ക് തരുമ്പോൾ അത് നല്ലതാണ് എന്ന് നമുക്ക് മറ്റുള്ളവരാൽ അറിയുവാൻ കഴിയണമെങ്കിൽ അതിന്റെ വിനിമയം ആവശ്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഈ ലോകപ്രകാരം അബദ്ധങ്ങളിലേക്കോ
അനർത്ഥങ്ങളിലേക്കോ അപകടങ്ങളിലേക്കോ പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനത്തെ പരിജ്ഞാനം എന്ന അവസ്ഥയിൽ നമ്മൾ പ്രായോഗിക ജീവിത തലങ്ങളിൽ പ്രവർത്തിക്കണം. മൂന്നാമത് സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ആത്മാവ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്, പരിജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്, വിശ്വാസത്തിന്റെ ആത്മാവുണ്ട്. ഏത് വ്യക്തിയെയും വിശ്വസിച്ച് മുഖവിലേക്കെടുക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം ആത്മാവിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണോ, മനുഷ്യാത്മാവിന്റെ വചനമാണോ, ദൈവാത്മാവിന്റെ വചന വിശ്വാസമാണോ? ഈ തിരിച്ചറിവ്, ഈ വ്യത്യാസം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, വേദപുസ്തകം നമ്മൾ എത്രയെല്ലാം കേട്ടാലും ഈ വേദപുസ്തകത്തെ നല്ലതുപോലെ അപഗ്രഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായി തീരണമെങ്കിൽ വിശ്വാസം ആത്മാവിൽ അധിഷ്ഠിതമായി നമ്മളെ ക്രിയ ചെയ്യണം. അങ്ങനെ ക്രിയ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ പ്രായോഗിക ജീവിത തലങ്ങളിൽ പ്രയോജനകരമായി തീരുകയുള്ളൂ. നാലാമത് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, സുഖപ്പെടുത്തുന്ന രോഗശാന്തിയുടെ ആത്മാവ് എന്ന് പറയും. രോഗശാന്തിയുടെ ആത്മാവ്. അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചാൽ എനിക്ക് രോഗശാന്തിയുടെ ആത്മാവുണ്ടോ? സംശയമുണ്ടാകാൻ പാടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതൊരു ക്രൈസ്തവനിൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദൈവം നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു വരദാനമാണ് ഹീലിംഗ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സംശയിക്കാതെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹാ അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കും. എനിക്ക് രോഗശാന്തിയുടെ വരമില്ല എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും ആ വരമുണ്ട്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് ജ്ഞാനത്തിന്റെ ആത്മാവ്, രണ്ടാമത് പരിജ്ഞാനത്തിന്റെ ആത്മാവ്, മൂന്നാമത് വിശ്വാസത്തിന്റെ ആത്മാവ്, നാലാമത് രോഗശാന്തിയുടെ ആത്മാവ്, അഞ്ചാമത് സ്പിരിറ്റ് ഓഫ് മിറക്കിൾസ്, വീര്യപ്രവർത്തികളുടെ ആത്മാവ്. ആമേൻ, ഹല്ലേലൂയ. വീര്യപ്രവർത്തികൾ, നമ്മൾക്ക് അനേകം വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. ഒരു ഭവനത്തിൽ എന്തെങ്കിലും പ്രശ്നം രൂക്ഷമായിരിക്കുകയാണോ, നല്ല നടത്തിപ്പോടെ, ആത്മാവിന്റെ നടത്തിപ്പോടെ, ദൈവാത്മാവിന്റെ നടത്തിപ്പോടെ നിങ്ങൾ ആ വീട്ടിലേക്ക് ചെന്ന് കൊള്ളുമ്പോൾ ആ വീട്ടിലെ കലുഷിതമായ പ്രശ്നം, നിങ്ങളുടെ കാൽ പെരുമാറ്റം ആ ഭവനത്തിനുള്ളിൽ അനുഭവപ്പെടുമ്പോൾ ആ ഭവനത്തിൽ സംഭവിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വീര്യപ്രവർത്തികൾ നടക്കും. ഒരു കാരണവശാലും അവർ അറിയാതെ തന്നെ നമ്മുടെ പ്രവേശനം മൂലം ദൈവം ആ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ജ്ഞാനമുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി, വിശ്വാസമുള്ളവരായി, രോഗശാന്തി വരശുശ്രൂഷയുള്ളവരായി വീര്യപ്രവർത്തികളിലൂടെ വേണം ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ. വെറുതെ ഇരുന്നാൽ, നമ്മൾ അടങ്ങിയിരുന്നാൽ ഇതൊന്നും സംഭവിക്കത്തില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഇങ്ങനത്തെ ചില വാക്കുകൾ കടന്നു വരും. കർത്താവേ, ഈ പ്രാർത്ഥനാ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും രോഗികളുടെ ഉണ്ടെങ്കിൽ ഈ പൊട്ടനത്തിന്റെ മഹാവിടുതൽ അവിടെ ധ്യാനിക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ പറയുമ്പോൾ അത് അത്ഭുത പ്രവൃത്തിയുടെ വരമുള്ള വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അടുത്തതായി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് പ്രോഫസി, പ്രവചനത്തിന്റെ ആത്മാവ്. ഒരാളെ കുറിച്ച് പറയുകയാണ്, ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്, ആ വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്, ആ വ്യക്തിയുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണ്, ആ വ്യക്തിയുടെ പരാജയവും ആ വ്യക്തിയുടെ വിജയവും എല്ലാം പറയുകയാണ്. വിശുദ്ധ വേദപുസ്തക പ്രകാരം ദാറ്റ് ഈസ് പ്രോഫസി, അത് പ്രവചനമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എന്ന് ഉറപ്പിക്കേണ്ട. വീട് നോക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് ഡിസൈനിങ്, തിരിച്ചറിവിന്റെ ആത്മാവ്.
നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയുടെ സംഭാഷണം കേൾക്കുമ്പോൾ, ആ വ്യക്തിയുടെ പ്രവൃത്തി കാണുമ്പോൾ നാം ആ വ്യക്തിയെ തിരിച്ചറിയണം. ഈ വ്യക്തി എങ്ങനെയുള്ള ആത്മാവിന്റെ ക്രിയാത്മകമായ പ്രവൃത്തിക്ക് അധിഷ്ഠിതമായിട്ടാണ് എന്റെ സന്നിധിയിൽ, എന്റെ മുൻപിൽ, എന്റെ മുൻപാകെ നിൽക്കുന്നത്. നമുക്ക് തിരിച്ചറിവില്ല എങ്കിൽ ആ വ്യക്തി നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് മത്സര്യമുള്ള ദൈവമക്കളെ, ആത്മീയ ഗുണം വഴി തെറ്റിക്കലിന്റെ അങ്ങേയറ്റത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിധേയനെയും ആരും നമ്മളെ വഴി തെറ്റിക്കരുത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഉപദേശത്തിന്റെ കാറ്റിനാൽ ഉലഞ്ഞു പോകാതെ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. നമുക്ക് ഈ വേദപുസ്തകം ഉണ്ടായിരിക്കണം, ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞില്ല എങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ്, സൗഖ്യത്തിന്റെ ആത്മാവ്, വീര്യപ്രവൃത്തിയുടെ ആത്മാവ്, പ്രവചനത്തിന്റെ ആത്മാവ്, തിരിച്ചറിവിന്റെ ആത്മാവ്, അത് മാത്രമല്ല സ്പിരിറ്റ് ഓഫ് ടങ്, ഭാഷയുടെ ആത്മാവ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് വിവിധ ഭാഷകൾ ദൈവം തന്നാൽ അവിടെ നമ്മൾ മനസ്സിലാകണം, ദൈവത്തിന്റെ ആത്മാവിന്റെ വരദാനമാണല്ലോ. നിങ്ങൾ ദൈവാലയത്തിലോ പ്രാർത്ഥനാ സ്ഥലത്തോ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ തിരിയാതെ വന്നേക്കാം. എന്നാൽ നിങ്ങളിലൊരു ഭാഷ ദൈവം തരുമ്പോൾ നിങ്ങൾ അറിയണം, സ്പീക്ക് ഓഫ് ടങ്, ഇത് ഭാഷയുടെ വരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ വരമാണ്, പരിശുദ്ധാത്മാവിന്റെ വരമാണ്, പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവസാനമായി സ്പിരിറ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലാംഗ്വേജ്, ഭാഷകളുടെ വ്യാഖ്യാനം. ഒരാൾ ഭാഷ പറയുന്നു, അടുത്തൊരാൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹൈലി ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്, അത്യുന്നതമായ ദൈവത്തിന്റെ വരദാനങ്ങൾ. ഒന്നാമത് ജ്ഞാനത്തിന്റെ വരം, രണ്ടാമത് പരിജ്ഞാനത്തിന്റെ വരം, മൂന്നാമത് വിശ്വാസത്തിന്റെ വരം, നാലാമത് സൗഖ്യത്തിന്റെ വരം, അഞ്ചാമത് വീര്യപ്രവൃത്തിയുടെ വരം, ആറാമത് പ്രവചനവരം, ഏഴാമത് തിരിച്ചറിവിന്റെ വരം, എട്ടാമത് ഭാഷാവരം, ഒൻപതാമത് ഭാഷകളുടെ വ്യാഖ്യാനവരം. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതിലേതെങ്കിലും ഒരു വരം നിങ്ങളിലുണ്ട്. ഇന്ന് കേൾക്കാൻ ഞാൻ പറയട്ടെ, ഇതിലേതെങ്കിലും ഒരു വരമോ ഒന്നിലധികം വരമോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ തിരിച്ചറിയാനുള്ള മാർഗമാണ് ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഫലത്തിലൂടെ ഇതിനെ തിരിച്ചറിയാം. ഹല്ലേലൂയ. ഒരു വരമുള്ള വ്യക്തി ജീവിത നിലവാരം തകർന്നു പോയാൽ നമ്മൾ ആ മനുഷ്യന്റെ വരദാനത്തെ സംശയിച്ചു പോകും. എനിക്ക് വരമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേർപെട്ട ജീവിതം നയിക്കുന്നില്ല എങ്കിൽ എന്റെ വരത്തെ നിങ്ങൾ സംശയിക്കണം. എനിക്ക് വരമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലോകപ്രകാരം ജീവിക്കുകയാണെങ്കിൽ എന്റെ വരത്തെ നിങ്ങൾ സംശയിക്കണം. എനിക്ക് വരദാനമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാകൃത സ്വഭാവത്തോടെ ജീവിച്ചാൽ നിങ്ങൾ എന്റെ വരത്തെ സംശയിക്കണം. ഞാൻ വരമുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിന്റെ ആവശ്യമില്ലാത്ത വൈകൃതമായ പ്രവൃത്തികളെ പിന്തുടരുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ വരത്തെ നിങ്ങൾ സംശയിക്കണം. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒട്ടുമുക്ക സമയങ്ങളിൽ പള്ളി വരാതെ വല്ലപ്പോഴും പള്ളിയിൽ കയറി വന്നിട്ട് ഇല്ലാത്ത ആത്മീയ കാണിക്കുന്ന മനുഷ്യരെ കണ്ടാൽ നമ്മൾ അപ്പോൾ അവരുടെ വരത്തെ സംശയിക്കും. അത് കാപട്യമാണ്, അത് കപടമാണ്, അത് യാഥാർത്ഥ്യമല്ല. ദൈവത്തോട് സ്ഥിരമാകുന്ന, അടുപ്പമാകുന്ന, ഒട്ടി നിൽക്കുന്ന ഒരു ബന്ധം വേദപുസ്തക പ്രകാരം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വരം ദൈവം കൊടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല, കൊടുത്താൽ മാത്രം പോരാ, അതിനെ ഉപയോഗിച്ച് അവരുടെ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, അടയാളങ്ങൾ നടക്കണമെങ്കിൽ, വീര്യപ്രവൃത്തികൾ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ അതേപോലെ പരിഗണിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 4 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. ഒരാൾ ഭയങ്കരമായ ശബ്ദമുയർത്തി അവരുടെ നടുവിൽ എഴുന്നേറ്റ് 2 ചാട്ടവും 2 ഓട്ടവും ഒക്കെ നടത്തിയതുകൊണ്ട് ആത്മാവിന്റെ വരദാനമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അച്ചടക്കത്തോടെ, ശിക്ഷണത്തോടെ, സ്വഭാവ നന്ദിയോടെ, നല്ല ജീവിത ശൈലിയോടെ ദൈവം തന്റെ ആത്മാവിന്റെ വരമുള്ള വ്യക്തിയെ ജീവിക്കുവാൻ അനുവദിക്കുന്നുള്ളൂ. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഉന്നതമായ വരദാനങ്ങളും ഉത്കൃഷ്ടമായ വരത്തിന്റെ ഫലങ്ങളും ബൈബിളിലുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22, 23 വാക്യങ്ങളിൽ 9 ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്നാമത് ലവ്, രണ്ടാമത് ജോയ്, മൂന്നാമത് പീസ്. സ്നേഹം, സന്തോഷം, സമാധാനം ഇവ പേഴ്സണലാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആത്മാവിന്റെ ഫലമുണ്ട്. സ്നേഹവും സന്തോഷവും സമാധാനവും ഇത് വ്യക്തിപരമാണ്. എനിക്ക് സ്നേഹം, എനിക്ക് സമാധാനം, എനിക്ക് സന്തോഷം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വീണ്ടും നോക്കിയാണെങ്കിൽ ലോങ് സഫറിംഗ്, ജെന്റ്നെസ്, ഗുഡ്നെസ്, ദീർഘക്ഷമ, ദയ, പരോപകാരം ഇത് മറ്റുള്ളവരോട് നമ്മൾ ചെയ്യണം. അവസാനമായി മീക്ക്നെസ്, ടെമ്പറൻസ്, ഫെയ്ത്ത്ഫുൾ ഗോഡ്. ദൈവത്തോട് വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയവും ഉണ്ടായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഈ 9 ഫലങ്ങൾ ദൈവമക്കളിലുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം ഇത് 3 നമ്മളിൽ വ്യക്തിപരമാണ്, നമുക്ക് തന്നെയാണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം ഇത് നമ്മൾ മറ്റുള്ളവരോട് പുലർത്തണം. വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം ഇത് ദൈവത്തോട് പുലർത്തണം. അപ്പൊ 9 ഫലങ്ങളെ 3 ഭാഗമായിട്ട് 3 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം ഇത് വ്യക്തിപരമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം ഇത് നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം ഈ 3 കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതാണ്. വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം ഇത് ദൈവത്തോട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, ഈ തിരിച്ചറിവോടുകൂടി വേണം ഒരാളെ നമ്മൾ അവന്റെ വിശ്വാസത്തിന്റെ വലുപ്പത്തെ അളക്കുക. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ഇന്നലത്തെ എൽമേലിന്റെ പരിപാടിക്ക് പോയി ഇന്ന് പള്ളി വരാതിരുന്ന നാളെ പള്ളി വന്ന് ചോദിച്ചാൽ കാര്യമുണ്ടോ? കേട്ടോ? പ്രിയ വാത്സല്യമുള്ള ദൈവമകള്, ഇന്നലത്തെ തുള്ളൻ അവിടെ പോയി തുള്ളി, എന്നിട്ട് ഇവിടെ വന്നിട്ട് തുള്ളൻ തുള്ളിയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ബാക്കി ഞാൻ തോന്നുന്നവരെ കുറിച്ച് ആൾക്കാർക്ക് പറയാം, ഇന്നലെ നേരിട്ട് കണ്ട് പറയാം. പ്രിയ വാത്സല്യമുള്ള ദൈവമകള്, നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഗൗരവം നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്റെ ആത്മീയ ജീവിത നിലവാരത്തെ മറ്റൊരാൾ ഒരു പരിധിക്കപ്പുറം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു മാതൃക ജീവിതം നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ അതിശയിച്ചു പോവുകയാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തികൾ പോലും അവിടെ പോയി ഇത് കണ്ടോ കേട്ടോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുകയും നമ്മൾ നിലയ്ക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി, കാരണം ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെനിക്ക് പറയേണ്ടി വരുന്നില്ലായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യമാണ് പ്രാധാന്യം കൊടുത്ത് മുൻപന്തിയിൽ നിർത്തേണ്ടത്? ആമേൻ. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സ്വന്തക്കാരോ ബന്ധുക്കാരോ ചാർച്ചക്കാരോ സ്നേഹിതരോ സുഹൃത്തുക്കളോ ദേശനിവാസികളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. 1-ാം സ്ഥാനത്ത് ദൈവം തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. റോമൻ ചിന്തയനുസരിച്ച് 1-ാം സ്ഥാനം ദൈവത്തിന്, 2-ാം സ്ഥാനം അമ്മയ്ക്ക്, 3-ാം സ്ഥാനം അപ്പന്, 4-ാം സ്ഥാനം സഹോദരങ്ങൾക്ക്, 5-ാം സ്ഥാനം സഹപാഠികൾക്ക്, 6-ാം സ്ഥാനം ദേശത്തിനും എന്നാണ് റോമൻ ചിന്ത.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കള്, അവരുടെ ചിന്ത പോലും അത്രയും വലുതാണ്. ഒന്നാമത്തെ ചിന്ത അവർ ദൈവത്തിന് കൊടുക്കുമ്പോൾ, രണ്ടാമത്തെ ചിന്ത അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ, മൂന്നാമത്തെ ചിന്ത അപ്പന് കൊടുക്കുമ്പോൾ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒന്നാമത്തെ ചിന്ത ഇവർക്ക് ആർക്കുമല്ല ദൈവത്തിന് കൊടുക്കുന്നില്ല, അമ്മയ്ക്ക് കൊടുക്കുന്നില്ല, അപ്പത്തിന് കൊടുക്കുന്നില്ല, പിന്നെ ആർക്കാണ് കൊടുക്കുന്നത്? ലോകത്തിനാണ് കൊടുക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം കണ്ടു കേട്ടും അനുഭവിച്ചുകൊണ്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ ഈസ് ദ നമ്പർ ഓഫ് സ്പിരിറ്റ്. 9 എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നമ്പറാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 9 ഈസ് ദ നമ്പർ ഓഫ് ഹോളി സ്പിരിറ്റ്. 9 എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നമ്പറാണ്. അങ്ങനെയെങ്കിൽ 6 എന്ന് പറയുന്നത് 6 ഈസ് ദ നമ്പർ ഓഫ് മെൻ. 6 എന്ന് പറയുന്ന മനുഷ്യന്റെ നമ്പറാണ്. 3 ഈസ് ദ നമ്പർ ഓഫ് ഡിവൈൻ. അത് ദൈവിക നമ്പറാണ്. മനുഷ്യന്റെ 6 എന്ന നമ്പറിനോടുകൂടി ദൈവത്തിന്റെ നമ്പറായ 3 കൂടി ചേർക്കുമ്പോൾ 9 വരും. അങ്ങനെ 9ാമത്തെ നമ്പറിൽ 9 ഈസ് ദ നമ്പർ ഓഫ് ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവുമായി നമ്മൾ ഐഡന്റിഫിക്കേഷനായി. അതാണ് ക്രിസ്തീയ ജീവിതം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ മാത്രം ബലത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നമ്പർ അതാണ്. ആ 6 എന്ന നമ്പറിനോടുകൂടെ 3 എന്ന ഡിവൈൻ നമ്പറോട് ചേർക്കുമ്പോൾ 9 ഉണ്ടാകും. 9 ആയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നമ്പരായ ആ 9നോട് നമ്മൾ ചേരുമ്പോൾ നമ്മൾ ആത്മീയ മരത്തിന്റെ ഗുണഭോക്താക്കളായി മാറും. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അങ്ങനെയായി തീരുമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ 10 കുഷ്ഠരോഗം ബാധിച്ചവരായിട്ട് വന്നു. 10 പേരെയും കർത്താവായ യേശു സൗഖ്യമാക്കി. ലൂക്കോസ് 17 വാക്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരാള് യേശുവിന്റെ അടുക്കൽ വന്നു. കർത്താവായ യേശു ചോദിക്കുകയാണ്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 9 ഈസ് there. 9 ഇവിടെ. നിങ്ങൾ വായിക്കണം. ലൂക്കോസ് 17 വാക്യം. 10 പേരെ യേശു സൗഖ്യമാക്കി. അതിൽ 9 പേര് വന്നില്ല. ഒരാൾ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ യേശു അവരോട് ആദ്യം ചോദിക്കുന്നത് 9 ഈസ് there. 9 ഇവിടെ. നിങ്ങൾ 10 പേർ ഒന്നിച്ചല്ലേ വന്നത്? നിങ്ങളെ 10 പേരെ സൗഖ്യമാക്കി. അതിൽ 9 പേര് എവിടെ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വീട്ടിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ ശേഷിപ്പോൾ അവരുടെ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് പറയാറുള്ള വ്യക്തിപരമായി അതിനെക്കുറിച്ച് പറയുന്നില്ല. എനിക്കറിയാം ചില വ്യക്തികളൊക്കെ ഇന്നൊരു ആബ്സെന്റ് ഉള്ളവരും ഇന്നലെ അവിടെ നൃത്തം കാണാൻ പോയതാണ്, അതിന്റെ അഭാവത്തിലാണ് ഇന്നിവിടെ ആബ്സെന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രകാരം അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ പ്രിയ ദൈവമക്കളോട്, അപ്പൻ മകനോടും അമ്മ അപ്പനോടും അപ്പൻ അമ്മയോടും മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും ചോദിക്കേണ്ട ചോദ്യമാണ് 9 ഈസ് there. 9 ഇവിടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എന്റെ വീട്ടിലെ ശേഷിപ്പ് എവിടെ എന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് സെക്കൻഡ് ടൈം വന്നിട്ട് ചോദിക്കുകയാണ്, വേർ ഈസ് ആഡം? ആദാമേ നീ എവിടെയാ? ആദാമ ഒളിച്ചിരിക്കുക. ദൈവം സൃഷ്ടിച്ചിട്ട് കൈ പിടിച്ച് സന്തോഷ പരിപൂർണതയുടെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കിയിട്ട് പോവുകയാണ്. നല്ലതുപോലെ ഇവിടെ ജീവിക്കാം. അതിനുശേഷം ഒരു ദിവസം ദൈവം വന്നപ്പോൾ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ഒന്ന് സല്യൂട്ട് ചെയ്യേണ്ട ആദം ദൈവത്തിന് എതിരായി എവിടെ ഒളിച്ചിരിക്കുകയാണ്. ദൈവം ചോദിക്കുന്ന ചോദ്യം ഉൽപ്പത്തി 3:9 വേർ ഈസ് ആഡം? ആദം എവിടെയാണ്? പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ആദം തന്നെ മറുപടി പറഞ്ഞു, ഞാൻ നഗ്നനാണ്, എനിക്ക് നിന്റെ മുന്നിൽ വെളിപ്പെടാൻ സാധിക്കുന്നില്ല. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ നഗ്നനല്ലായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ ഒറ്റ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്നർ നേക്കഡ്നെസ്, ആന്തരിക നഗ്നത നമുക്കുണ്ടാകും. പുറമെ നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും ഉള്ളിലെ നഗ്നത മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു വസ്ത്രത്തിന് കഴിയത്തില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ലംഘനത്തിന് ഇടയമായാൽ, നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ, വാട്ട് ഡസ് യു ഹിയർ എലീജ? ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഏലിയാവ് പോയി നിൽക്കുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ, നിനക്കിവിടെ എന്താണ് കാര്യം?
ആമേൻ. പ്രിയ ദൈവമകളെ, എത്ര മഹൽ വ്യക്തിയാണെന്ന് അറിയാമോ ഏലിയാവ്? എത്രയോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത അവസാനം ആകാശത്തിലൂടെ എലീശ നോക്കി നിൽക്കുമ്പോൾ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയ മകൻ വ്യക്തിയായ ആ എലൈക്കയോട് ചോദിക്കുകയാണ്, വാട്ട് ഡസ് യു ഹിയർ എലൈക്ക? ഇവിടെ നിനക്ക് എന്താണ് കാര്യം? പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മൾ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയാൽ, ചെന്ന് ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിന്നാൽ, ചെന്ന് നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിന്നാൽ, സംസാരിക്കാൻ പാടില്ലാത്ത സംസാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ചോദിക്കും ദൈവം, ഇവിടെ നിനക്ക് എന്താണ് കാര്യം? ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുമോ? നിങ്ങൾ മറക്കരുത്. 1 Corinthians ലേഖനം 12-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 9 കൃപാവരങ്ങളും, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22, 23 വാക്യങ്ങളിൽ 9 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഞാൻ പറയുണ്ടായി. ഈ കൃപാവരങ്ങൾ ഉള്ളവർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഈ 9 കൃപാവരങ്ങളിൽ ഒന്നിനു പോലും കുറവില്ലാതെ ഇതിൽ പൂർണ്ണരായി തീരുവാനും 9 ഫലങ്ങളാൽ നിങ്ങളുടെ ജീവിതം സൗന്ദര്യ പൂർണ്ണമായി തീരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇടയാക്കട്ടെ എന്നുള്ള ആഗ്രഹ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.